السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. صدق الله العظيم. ഇന്നലത്തെ ആയത്തിൽ പറഞ്ഞത് വആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹു നഹാറ ഫഇദാ ഹും മുസ്ലിമൂൻ എന്നതായിരുന്നു. രാത്രി എന്നത് വലിയൊരു ദൃഷ്ടാന്തമാണ്. നസ്ലഹു നമ്മൾ ഊരുന്നുണ്ട്, മിൻഹു ആ രാത്രിയിൽ നിന്ന് അന്നഹാറ പകലിനെ, രാത്രിയിൽ നിന്ന് പകലിനെ ഊരിയാൽ പകൽ പ്രകാശം ഊരപ്പെടുമ്പോഴാണ് രാത്രിയാകുന്നത്. ഫൈദാഹും അന്നേരം അവർ മുസ്ലിമൂൻ ഇരുട്ടിലാകും എന്ന ആയത്താണ് ഇന്നലെ വിശദീകരിച്ചത്. അപ്പൊ ചിലർക്ക് എങ്ങനെ തോന്നും, രാത്രിയെ ഊര് പകലിനെ ഊരല്ലല്ലോ, അത് സൂര്യൻ ഇങ്ങനെ കറങ്ങുമ്പോ വരണല്ലേ. അപ്പൊ അത് അള്ളാഹ്ക്ക് അറിയാത്തോണ്ടല്ലോ ആണ് ഇപ്പൊ ഈ ആയത്ത് പറഞ്ഞത്. സൂര്യൻ കറങ്ങന്നെയാണെന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഇതിങ്ങോട്ട് കേട്ടാ തോന്നുന്നത് സൂര്യന്റെ ചലനം അനുസരിച്ചുകൊണ്ട് വരുന്നല്ലേ. എന്താണ് ഇപ്പൊ ഈ പറയുന്നത്? അതന്നെയാണ് അള്ളയും പറയുന്നത്, സൂര്യൻ കറങ്ങന്നെയാണെന്നാണ്. സൂര്യൻ തജ്രി അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിമുസ്തഖറില്ലഹാ അതിന്റെ നിശ്ചിത ഭ്രമണപഥത്തിലൂടെ അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ട്രാക്ക് തെറ്റൂല. അള്ളാഹു നിശ്ചയിച്ച ഒരു ട്രാക്ക് ഉണ്ട്, അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ട്, അങ്ങനൊക്കെ അതിനർത്ഥമുണ്ട്. ആ സമയത്തിലേക്ക്, ആ ട്രാക്കിലൂടെ, ആ വർഷത്തിലേക്ക്, അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ, അങ്ങനെ അർത്ഥമുണ്ട്. ആ സൂര്യൻ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാലിക ആ സൂര്യന്റെ ചലനം തഖദീറുൽ അസീസിൽ അലീം, സ്വയം ഭൂവായി പൊട്ടിത്തെറിയുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നതല്ല. അത് വളരെ കൃത്യമായി പ്രതാപശാലിയായ, എല്ലാം ചൂഴ്ന്ന് ആഴ്ന്ന് വ്യക്തമായി അറിയുന്ന അലീമും അസീസുമായ റബ്ബിന്റെ തീരുമാനമാണ്, നിശ്ചയമാണ്, കണക്കാക്കലാണ്. അതിലൂടെ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ചിന്തിക്കാനുള്ള കുറെ കാര്യങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇത് പറഞ്ഞിട്ട് ഭൂമിയിലേക്ക് ഇറക്കിയിട്ട് കൊല്ലം 1500 അതിനിടയിൽ സൂര്യനെ കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. പഴയ കാലത്ത് പറഞ്ഞിരുന്നത് സൂര്യൻ ഇളകുന്നില്ല, ഭൂമിയാണ് ഇളകുന്നതെന്നാണ്. പിന്നീട് തിരുത്തി സൂര്യൻ കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് തിരുത്തി സൂര്യൻ കറങ്ങണില്ല എന്ന് പറഞ്ഞു. നമ്മളൊക്കെ പഴയ കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സൂര്യൻ കറങ്ങുന്നില്ല എന്ന തിയറിയായിരുന്നു. അന്ന് സ്കൂളിൽ മാർക്ക് കിട്ടണമെങ്കിൽ സൂര്യൻ കറങ്ങണില്ല എന്ന് എഴുതണം. ഭൗതികമായി ഒരുപാട് പഠിച്ച് ഡിഗ്രി കയ്യിൽ വെച്ച് ഭൗതിക സമ്പന്നന്മാരായ വിജ്ഞന്മാർ വളരെ പ്രധാനമായ അന്നത്തെ കാര്യമായി ജനങ്ങളെ തെര്യപ്പെടുത്തിയിരുന്നത് ഇളകാത്ത സൂര്യനെ കുറിച്ചായിരുന്നു, ചലിക്കാത്ത സൂര്യനെ കുറിച്ചായിരുന്നു. അന്ന് നമ്മുടെ വീടുകളിൽ അമ്മിക്കുട്ടി ഉണ്ടായിരുന്നു. ആ അമ്മിന്റെ മേലെ തേങ്ങിട്ടിട്ട് അമ്മിക്കുട്ടിയിട്ട് ഇങ്ങനെ ഇളക്കുന്ന പാത്തുമ്മക്കുട്ടി ഉണ്ടായിരുന്നു, മൊക്കനിട്ട്. അവര് അമ്മിത്തറയിൽ തേങ്ങ ചമ്മന്തിയാക്കാൻ വേണ്ടി അമ്മിക്കുട്ടിയെ അരക്കുന്ന സമയത്ത് അന്ന് ഓതിയിരുന്നത്, അന്ന് സൂര്യൻ ഇളകുന്നില്ല, ചലിക്കുന്നില്ല എന്ന് പറയുന്ന കാലത്ത് വീട്ടിനകത്ത് ഇംഗ്ലീഷ് അറിയാത്ത വല്യമ്മ ഓതിയിരുന്നത് വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖദീറുൽ അസീസിൽ അലീം എന്നാണ്. ഇന്ന് പലരും അതിനെ കളിയാക്കി. ശാസ്ത്രം തിരിയാത്ത ആളുകള്, ലോകം വായിക്കാത്ത ആളുകള്, വായനയില്ലാത്ത ആളുകള്, 6-ാം നൂറ്റാണ്ടിലെ നിരക്ഷരന്റെ പിന്നാലെ പോകുന്ന ആളുകള്, അശാസ്ത്രീയ ജൽപ്പനങ്ങൾ പേറുന്ന ആളുകള്, ലോകം തിരിയാത്ത ആളുകൾ, ഗവേഷണങ്ങൾ പരിചയമില്ലാത്ത ആളുകൾ. പക്ഷെ അന്ന് ഗവേഷണം അറിയാത്ത വല്യമ്മ
ആ വല്യമ്മാന്റെ അതരത്തിൽ നിന്ന് അടർന്നു വീണിരുന്നത് ഈ ആയത്താണ്. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم. സൂര്യൻ അതിന്റെ നിശ്ചിത ഗ്രഹണപഥത്തിലൂടെ ഭ്രമണമണ്ഡലത്തിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിശ്ചിതമായ ട്രാക്ക് തെറ്റുകയില്ല, പുറപ്പെടുന്ന സമയം തെറ്റുകയില്ല, വേഗത കൂടുകയില്ല, വേഗത കുറയുകയില്ല. സൂര്യൻ നിലനിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ താഴേക്ക് വരികയില്ല, ഒരൽപ്പം മേലോട്ട് പോവുകയില്ല. കാരണം ദാലിക്കാത് തഖ്ദീറുൽ അസീസിൽ അലീം. അൽ അസീസായ അലീമായ റബ്ബിന്റെ നിശ്ചയപ്രകാരം നടക്കുന്നതാണ്. അതാണ് ട്രാക്കിലൂടെ വരുന്ന ട്രെയിന് എത്ര തുണികുപ്പായ മാറ്റിയിട്ട് സമയത്ത് പോയാലും ലൈറ്റായിട്ടേ വരുള്ളൂ, ഡിലേ ആവുകയും ചെയ്യും. ഇന്ന് വരെ അങ്ങനെയുണ്ട്. ഞാന് പല ദിവസങ്ങളിലും ട്രെയിൻ യാത്ര ചെയ്യുന്ന ആളാണ്. പക്ഷെ കറക്റ്റ് സമയത്ത് വന്നത് ഓർമ്മയില്ല. ഒരു 10 മിനിറ്റെങ്കിലും ആണ്ടുകൊണ്ടു. കാരണം എന്താ? അത് നിയന്ത്രിക്കുന്നത് അസീസും അലീമും അല്ല. അതാണ്, അത് വേറെ ആളെ കൈകളിൽ കൊടുത്തു. ഇത് നിയന്ത്രിക്കുന്നത് അസീസാണ്, അലീമാണ്. അതുകൊണ്ട് തഖ്ദീർ തെറ്റൂല, ട്രാക്ക് തെറ്റൂല, ഗതാഗത കുരുക്ക് പെടൂല, ഡിലേ ആവൂല, ലേറ്റ് ആവൂല. ഡിലേ ആ ലേറ്റായ നമുക്കിങ്ങനെ ഗ്രഹണം എഴുതിയേക്കാൻ പറ്റാം. കലണ്ടറിൽ ഉണ്ടാവും ഗ്രഹണം, ഇന്നാലിന്റെ ഡേറ്റിന് ഇന്നാലിന്റെ സമയത്ത് സൂര്യഗ്രഹണം ഉണ്ടാവുന്നതാണ്. നോക്കുമ്പോ ഗ്രഹണം ഉണ്ടായിട്ടുണ്ടാവും. ഈ എഴുതിയച്ചാര അമ്പിയാക്കളാണോ? അല്ല. സൂര്യന്റെ ചലനം മനസ്സിലാക്കിയിട്ട് വളരെ കൃത്യമായിട്ട് നേരത്തെ എഴുതിയേക്കാൻ കഴിയും. കാരണം എല്ലാവർക്കും അറിയാം ഇത് തെറ്റൂലാന്ന്. ഇതിന്റെ സ്പീഡ് കുറയില്ല, ഇതിന്റെ സ്പീഡ് കൂടൂല, ഇത് ട്രാക്ക് മാറൂല, ഇത് കഴിഞ്ഞ സ്റ്റേഷനിൽ പിടിച്ചിട്ടിക്കണെന്ന് പറയില്ല, ഒന്നുമില്ല. ഇത് ആ സമയത്ത് വന്നുകൊണ്ടിരിക്കും. യാ അല്ലാ, ഈ കറക്കം തുടങ്ങിയിട്ട് ഒരഭിപ്രായത്തിൽ 3800 കോടി കൊല്ലമായി ബിഗ് ബാങ് തിയറി ഉണ്ടായിട്ട്. ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയും ആകാശവും നക്ഷത്രങ്ങളും ഗ്രഹണങ്ങളും എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു നെബുലയായിരുന്നു എന്നാണ്. ആ പിണ്ടത്തിൽ ഒരു സ്ഫോടനം നടന്നു. അതോടുകൂടി ഈ ഒട്ടിപ്പിടിച്ചു നിന്നിരുന്നൊക്കെ വിണ്ടിട്ടാണ് പൊട്ടിയിട്ട് അന്നിങ്ങോട്ട് തെറിക്കാൻ തുടങ്ങിയാണ്. ഇപ്പോഴും അത് തെറിച്ചോണ്ടിരിക്കുകയാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഏതുപോലെ നമ്മളൊരു ബലൂൺ എടുത്തിട്ട് ഊതിയിട്ട് ഇങ്ങനെ വീർപ്പിച്ചാൽ അത് വീർത്തുകൊണ്ടിരിക്കും. ഇനി ശാസ്ത്രത്തിന്റെ ആ വിഷയത്തിലുള്ള തീരുമാനം എന്താ അറിയോ? ഈ പൊട്ടിത്തെറിച്ച് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ പ്രപഞ്ചം മറ്റൊരു പൊട്ടിത്തെറിയും കൂടി നടക്കാണ്ട് സിംഗുലാരിറ്റിയിൽ തുടങ്ങി സിംഗുലാരിറ്റിയിലേക്കുള്ള പോക്കാണ്. ഒരു പൊട്ടിത്തെറിയിൽ നിന്ന് മറ്റൊരു പൊട്ടിത്തെറിയിലേക്ക് പോവാണ്. നമ്മൾ ആ രണ്ടാമത്തെ പൊട്ടിത്തെറിയെ കുറിച്ചാണ് ഖിയാമത്ത് നാൾ നമ്മൾ പറയാം. പക്ഷെ ആ പേരിട്ടിട്ട് ശാസ്ത്രം അറിയില്ല. ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്ന ശാസ്ത്രം പറയുന്നുണ്ട്. ഒരു പൊട്ടിത്തെറിയിലൂടെ തുടങ്ങിയിട്ട് മറ്റൊരു പൊട്ടിത്തെറിയിലൂടെ ഈ പ്രപഞ്ചം ഒടുങ്ങും എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ആ ഒരു ബിഗ് ബാങ് തിയറിന്റെ കൃത്യമായ സൂചന നേരത്തെ ഖുർആൻ നൽകിയിട്ടുണ്ട്. അവലമ്മറല്ലദീന കഫറൂ അന്നസ്സമാവാതി വല്ലർള കാനതാ റത്ഖാ ഫഫതഖ്നാഹുമാ. അവലമ്മറല്ലദീന കഫറൂ, അവിശ്വാസികൾ മനസ്സിലാക്കുന്നില്ലേ, അവർ നിരീക്ഷിക്കുന്നില്ലേ, അവർ ഗവേഷണം നടത്തുന്നില്ലേ, അവർ പഠിക്കുന്നില്ലേ, അവർ വിചിന്തനം നടത്തുന്നില്ലേ, അവർ മനനം ചെയ്യുന്നില്ലേ, അവർക്ക് ബോധ്യപ്പെട്ടില്ലേ? അന്നസ്സമാവാതി വല്ലർള കാനതാ റത്ഖാ, ആകാശഭൂമികളെല്ലാം ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു പിണ്ഡമായിരുന്നു. ആ ഒട്ടിപ്പിടിച്ച് നിന്ന പുലയെ പിണ്ടത്തെ വിടർത്തിയത് നമ്മളാ. ഖുർആനും ശാസ്ത്രവും തമ്മിൽ എവിടെ വ്യത്യാസമുള്ളൂ? ശാസ്ത്രം പറയുന്നു ഇതൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന നെബുലയായിരുന്നു, അതിനെ പൊട്ടിത്തെറിച്ചാണെന്ന്. അല്ലാഹ് പറഞ്ഞു അതിനെ പൊട്ടിത്തെറിപ്പിച്ച നമ്മളാണ്. ഇവിടെ വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസമില്ല. ശാസ്ത്രം പറയുന്ന പൊട്ടിത്തെറിച്ചിട്ട് അങ്ങനെ ആയതെന്ന്. അല്ലാഹ് നേരത്തെ പറയുന്നത് നമ്മളാണ് പൊട്ടിത്തെറി ഉണ്ടാക്കിയതെന്ന്. വേർപ്പെടുത്തിയത് നമ്മളാണ്. യാ അല്ലാഹ്, സൂര്യനെ ഖുർആൻ പറഞ്ഞ ഒന്നും തെറ്റിയിട്ടില്ലല്ലോ, തെറ്റൂല്ലല്ലോ, തെറ്റേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഖുർആനിൽ പറഞ്ഞ അള്ളയാണ്, ശാസ്ത്രം പറഞ്ഞത് തെറ്റിക്കൊണ്ടിരിക്കും. കാരണം അത് മനുഷ്യന്റെ തലച്ചോറിൽ പറഞ്ഞ ഗവേഷണത്തിൽ ബോധ്യപ്പെട്ട അനുമാനങ്ങളാണ്. ശാസ്ത്രീയ സത്യത്തിൽ ഏറ്റവും വലിയ സത്യം ലാസ്റ്റ് വരുന്ന സയന്റിസ്റ്റ് പറയുന്ന കാര്യമാണെന്ന ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രത്തിന്റെ അന്തിമം ലാസ്റ്റ് ശാസ്ത്രജ്ഞൻ പറയുന്ന എന്താണോ ആ പറയുന്ന വാക്കാണ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് സയൻസ് പറയുന്നത്.
മോഡേൺ സയൻസും അതന്നെ പറയുന്നത്. ലാസ്റ്റ് സയന്റിസ്റ്റ് എന്താണോ പറയുന്നത് അതാണ് ശാസ്ത്രത്തിന്റെ അന്തിമ വാക്ക്. കാരണം എന്താ, അതുവരെ പഠനങ്ങൾ എങ്ങനെയാ നടന്നത് അനുസരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ലാസ്റ്റ് സയന്റിസ്റ്റ് പറയുന്നതിന് പിന്നെ എതിർക്കാൻ വേറെ ആൾ വരുന്നില്ലല്ലോ. അതുകൊണ്ട് യഥാർത്ഥ തീരുമാനം ലാസ്റ്റ് ശാസ്ത്രജ്ഞന്റെ അടുത്താണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുവരെ പറഞ്ഞതൊക്കെ നിലവിലുള്ള പഠനത്തിൽ ബോധ്യപ്പെട്ട അനുമാനങ്ങളാണ്. അത് മാറാം, പക്ഷെ ഇത് മാറൂല. 15 കോടി കിലോമീറ്റർ അപ്പുറത്താ സൂര്യ ഉള്ളത് ഭൂമിയിൽ നിന്ന്. 15 കോടി കിലോമീറ്റർ അപ്പുറത്ത്. ഒന്ന് താഴേക്ക് വന്നാൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, ചൂടായിട്ട് പൊള്ളി മരിക്കും. ഒന്ന് മേലേക്ക് പോയാൽ തണുപ്പായിട്ട് ഊറിയും മരിക്കും. അതാണ് മുസ്തഖറില്ലഹ, സ്ഥാനം തെറ്റൂല, അതിലൂടെ പോയിക്കൊണ്ടിരിക്കും. യാ അല്ലാഹ്, ഇങ്ങനെ കറങ്ങല്ലേ. ഇനി അതിനൊരു ആന്തരിക ജ്ഞാനം, സൂചന പറയാം. അത് ഞാൻ കൂടുതൽ പറയാറില്ല ഇവിടെ. വലിയ ഉസ്താദ്മാർക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോഴാണ് ഖുർആനിന്റെ ആന്തരിക സത്ത പറയാറുള്ളത്. കാരണം സമയമില്ലാത്തതുകൊണ്ട്. ഇന്ന് വേണമെങ്കിൽ ചെറിയൊരു സൂചന പറയാം. വശംസു, പ്രകാശം രണ്ടായിട്ടുണ്ട്. ഒന്ന് ഫിസിക്കലി പ്രകാശം, അത് എല്ലാവർക്കും കിട്ടും. രാവിലെ സൂര്യ ഉദിച്ചാൽ മുസ്ലിമാണോ അമുസ്ലിമാണോ, വർഗമേതാണ്, വർണ്ണം ഏതാണ്, ദേശം ഏതാണ്, ഭാഷ ഏതാണ്, ഇതൊന്നുമില്ല. നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ല, കള്ളുടിക്കോ, ആളൊക്കൊന്നും ഇതൊന്നും നോക്കൂല. സൂര്യ ഉദിച്ചാൽ ലൈറ്റ് എല്ലാവർക്കും കിട്ടും. പക്ഷെ വേറൊരു സൂര്യനുണ്ട്, അത് അള്ളാഹുവിന്റെ ഹിദായത്തിന് നൂറാകുന്ന ശംസ. യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ, എല്ലാവർക്കും കിട്ടൂല. വശംസു, ആ ഈമാനിന്റെ അള്ളാന്റെ ഹിദായത്തിന് നൂറാകുന്ന ശംസ്. തജ്രി, അത് ചലിക്കും. ലിമുസ്തഖറില്ല, അള്ള കണക്കാക്കിയ ഹൃദയങ്ങളിലൂടെ ഒഴുകും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു ഈമാനിന്റെ നൂറാകുന്ന ശംസ് ഒഴുകുന്ന ഹൃദയമായി നമ്മുടെ ഹൃദയങ്ങളെ അള്ളാഹു തആല മാറ്റട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ ആഴങ്ങളിലേക്ക് ഹൃദയം കൊണ്ട് ഇറങ്ങിച്ചെന്ന് അതിൽ നിന്ന് മാരിഫത്തിന്റെ മുത്തുവാരാൻ, അതിൽ നിന്ന് പവിഴങ്ങൾ ശേഖരിക്കാൻ, അതിൽ നിന്ന് പ്രകാശം സ്വാംശീകരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ അവസരം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൽ പങ്കെടുത്ത നമ്മളെല്ലാവരെയും നാളെ ഹബീബിന്റെ ജിവാറിൽ മാതാപിതാക്കൾ ഒന്നിച്ച് സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് വിട പറഞ്ഞ വാപ്പമാർ, ഉമ്മമാർ, പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഇറങ്ങുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത് എല്ലാവർക്കും അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. പ്രത്യേകിച്ച് ദുൽഹജ്ജ് 5 എന്ന് പറയുന്നത് എന്നെ പഠിച്ചെടുത്തോളം എൻ്റെ ജീവിതത്തിലൊരു കണ്ണീരിൻ്റെ ദിവസവും കൂടിയാണ്. എൻ്റെ പിതാവ് എന്നെ വിട പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ദിവസമാണ്. അദ്ദേഹം ഒരു മദ്രസയിലെ സദറായിരുന്നു, ചെറിയ മണ്ടൻ ജുമുഅത്ത് പള്ളിയിലെ ഖത്തീബായിരുന്നു. നല്ല ഖിറാഅത്ത് നടത്തിയിരുന്ന ആളായിരുന്നു, നല്ല ശബ്ദമുള്ള ആളായിരുന്നു, അതിബുദ്ധിമാനായിരുന്നു. ഇതൊക്കെ അവരുടെ കൂടെ ഓതിപ്പടിച്ച വലിയ വലിയ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏതായാലും ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് പലപ്പോഴും എന്നെ വിളിച്ചുകൊണ്ട് ഉപ്പാന്റെ കുട്ടിയൊരു മൂല്യരാവണം എന്ന് പലവട്ടം ആവർത്തിച്ച് എന്നെ ബോധ്യപ്പെടുത്തി. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാപ്പ മരിച്ചാൽ കബറിങ്കൽ വന്നിട്ട് മകൻ ദുആ ചെയ്യേണ്ട ദുആകളൊക്കെ വളരെ കൃത്യമായി എന്നെ പഠിപ്പിച്ചാണ് വലിയ പെരുന്നാളിന്റെ 2-3 ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 5 എന്നോട് വിട പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമായി കൊടുക്കട്ടെ. അള്ളാഹു ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തിനും അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമീനായ അല്ലാഹു, ഞങ്ങൾ ഇരുന്നതും പറഞ്ഞതും കേട്ടതൊക്കെ കബൂലാക്കണേ അല്ലാഹ്. ഇതിന്റെ തവാബിനെ നിന്റെ അഹബ്ബായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എത്തിക്കണേ അല്ലാഹ്. മറ്റ് അമ്പിയാക്കൾ, മുർസലീങ്ങൾ, അവിടുത്തെ അസ്ഹാബ്, അസ്വാജ്, ആല്, അഹ്ലു ബൈത്തിൽ എത്തിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ്. പ്രത്യേകിച്ച് എൻ്റെ പിതാവ് വഫാത്തായ ദിനമാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബറുകൾ നീ സന്തോഷമായി കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ. അവരിൽ ആരെങ്കിലും അദാബ് എന്തിൻ്റെയെങ്കിലും പേരിൽ ചെറിയ രൂപത്തിൽ സഹിക്കുന്നുവെങ്കിൽ നീ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, ഭൂമിയുടെ മുകളിൽ ഞങ്ങൾ ഇൽമു പറയുമ്പോൾ ഭൂമിക്ക് താഴെ മാതാപിതാക്കളെ ശിക്ഷിക്കല്ല അല്ലാ. കണ്ണെത്താ ദൂരത്തേക്ക് ഖബറുകൾ വിശാലായി കൊടുക്കണേ അല്ലാ.
അള്ളാഹുവെ, ഓർമ്മകൾ മാത്രമായി മാറുന്ന ഈ ദുനിയാവിലെ ഓരോ കോലങ്ങളാണല്ലോ ഞങ്ങൾ. ആ തിരിച്ചറിവ് ഞങ്ങൾക്കും പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെക്കുറിച്ച് ഓർത്ത് വിതുമ്പി ദ്വാർക്കുന്ന പിൻഗാമികളെ തരണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, ആക്കബത്ത് ദുഷിച്ചു പോകുന്ന ദുരന്തത്തിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേ അല്ലാ. ആന്തരിക കറകളിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ബാഹ്യമായ രോഗാണുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. കടത്തിൽ കൊടുക്കല്ല അല്ലാ, പ്രയാസത്തിൽ പെടുത്തല്ല അല്ലാ, പരീക്ഷണത്തിൽ വീഴ്ത്തല്ല അല്ലാ, പ്രതിസന്ധിയിൽ കഷ്ടപ്പെടുത്തല്ല അല്ലാ, രോഗത്തിൽ തളർത്തല്ല അല്ലാ, പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാ, അപകടം വരുത്തല്ല അല്ലാ. അള്ളാഹുവെ, കടലിലും കരയിലും ഇറങ്ങി അധ്വാനിക്കുന്ന പാവങ്ങളാണ്. അള്ളാഹുവെ, നിന്റെ ബർക്കത്തിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ തുറന്നു തരണേ അല്ലാ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിന മുഹമ്മദ് വറഹ്മത്ത സയ്യിദിന മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിന മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.